പ്രേക്ഷകരുടെ കുഞ്ഞു മണിമുത്തുകൾ, പാട്ടിന്റെ അഴകു പകർന്ന മനസ്സിൽ കയറിപ്പിടിച്ച കുഞ്ഞു പാട്ടുകാരുടെ വേദിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹ സ്വാഗതം. കുഞ്ഞു ചിരി കൊഞ്ചലിന് കൂട്ടായി നമ്മുടെ സ്വന്തം ജഡ്ജസ്. വെൽക്കം MG അങ്കിൾ, ശരത് അങ്കിൾ, മധു അങ്കിൾ ആൻഡ് മൃദു ചേച്ചി. ഗാനമധുരത്തിന്റെ സ്നേഹ നൈർമല്യ വേദിയിലേക്ക് എത്തുന്നു നിവേദ്യ കുട്ടി. വെൽക്കം നിവേദ്യ ഓൺ സ്റ്റേജ്. ഹലോ. Hi, Nivedya, the lady in lavender. Favorite color. Favorite color. അണ്ണൻ ഈ കളറിലെ കുളിക്കത്തില്ല. അത് ശരിയാ. മറ്റേ ഈ കളറിലുള്ള സോപ്പ് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര അങ്ങനെ ഇരുന്നിരുന്നേ. അതിന്റെ ഈ സോപ്പ് കിട്ടിയ അണ്ണന് 3 ദിവസം കഴിയുമ്പോ പനി പിടിക്കും. ബ്യൂട്ടിഫുൾ. പുതിയ എല്ലാ സംരംഭങ്ങളും തുടങ്ങിയോ? ഞങ്ങള് ബിഹൈൻഡ് ദ ഡോർ ഫുള്ള് തീർത്തു. കഴിഞ്ഞ ഷെഡ്യൂൾ ഞാനൊരു പേര് പറഞ്ഞു തന്നില്ലേ പടത്തിന്റെ? പാറയിൽ പൂത്ത മന്ദാരം അല്ലേ? അതെ, പാറയിൽ പൂത്ത മന്ദാരം. അല്ലാത്ത മന്ദാരായി. മക്കളെ ഏത് പാട്ടാ പാടുന്നത്? ഞാനിന്ന് എന്റെ ഫേവറേറ്റ് റൗണ്ടിൽ എന്റെ അത്ര വേണ്ട. ലാലേട്ടന്റെ ഉള്ളടക്കം എന്ന ഇതിലെ കൈതപ്രം സാറിന്റെ വരികൾക്ക് ഔസഫ് ബച്ചൻ സാറ് മ്യൂസിക് നൽകി ദാസാറും ചിത്രാമ്മയും കൂടി പാടിയ പാതിരാമഴയേതോ. അതിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് അതിന്റെ ഭാവമാണ്. ഔസേപ്പ് ബച്ചൻ ചേട്ടന്റെ പാട്ടുകൾക്കെല്ലാം ഉള്ള ബേസിക് സംഭവം എന്ന് പറഞ്ഞാൽ ഭാവം. ഈ പാതിരാമഴ ഏതോ അത് ശരിക്കും ഒരു മ്യൂസിക് ഡയറക്ടർ ഇപ്പം അണ്ണാച്ചിയൊക്കെ ഒരു പാട്ട് നമുക്ക് പാടി തരുമ്പോഴത്തേക്ക്, എനിക്കിപ്പോൾ ഈയിടെ ധന്വന്തരി മൂർത്തിയെ കുറിച്ചൊരു പാട്ട് ചെയ്തു തന്നായിരുന്നു. എൻ്റെ അമ്മയെ നമുക്ക് അണ്ണാച്ചി പാടുന്നത് നമുക്ക് പാടാൻ പറ്റില്ല. അത് ഒരു സൃഷ്ടിയാണത്, ഒരു മ്യൂസിക് ഡയറക്ടർ. അതിൻ്റെ അടുത്തൂടെ ഒക്കെ പോകാമെന്നുള്ളേ ഉള്ളൂ എന്ന് പറഞ്ഞതുപോലെ നല്ല ഭാവാത്മകമായിട്ടാണ് ഔസേപ്പ് ബച്ചൻ ചേട്ടൻ ചൂണ്ടിയത്. ഈ പാട്ട് എങ്ങനെയുണ്ട് കേട്ടിട്ട്? ഭയങ്കര ഇഷ്ടപ്പെട്ട ഫേവറേറ്റ്. പിന്നെ ഡ്യുവറ്റാണ്. അപ്പം ശ്വാസമൊക്കെ നല്ല രീതിയിൽ വലിച്ചെടുക്കുക. ഓൾ ദി ബെസ്റ്റ് നിവേദ്യ. ഓൾ ദി ബെസ്റ്റ് സർ.
ഉള്ളടക്കം നമ്മുടെ ഉള്ളിലുണ്ട്, പാടാനുള്ള എല്ലാം ഉള്ളിലുണ്ട്. പക്ഷേ ശബ്ദം അടപ്പ് കാരണം അങ്ങോട്ട് ഉള്ളിലുള്ള ഉള്ളടക്കത്തിലെ നല്ല പാട്ട് പാടാൻ ശ്രമം നടത്തി. പക്ഷെ അതങ്ങോട്ട് സക്സസ്ഫുൾ ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോള് കൊണ്ട് എത്തിച്ചു എന്ന് പറയാം. നന്നായിട്ട് പാടി ഓരോന്നായിട്ട് എടുത്തു പോവുകയാണെങ്കിൽ ഒരുപാട് പാടിക്കേണ്ടി വരും പല സ്ഥലങ്ങളും. കാരണം മോളുടെ ശബ്ദ അടപ്പ് കാരണം പാതിരാ മഴ ഏതോ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ, മിന്നിവിലയും അതുപോലെ തന്നെ പല 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 സ്ഥലങ്ങളും മോക്ക് അങ്ങോട്ട് ഒരു പൂർണ്ണതയിലോട്ട് എത്താൻ സാധിക്കുന്നില്ല. നമ്മുടെ ഉള്ളിൽ നമുക്ക് ഇന്ന സംഗതികൾ പാടണമെന്നുണ്ട്, പക്ഷെ നമ്മുടെ ശബ്ദ സ്വാതന്ത്ര്യം എന്ന് പറയും, ശബ്ദ സ്വാതന്ത്ര്യം ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ട ബ്രത്ത്. ആ ബ്രത്ത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അത് കംപ്ലീറ്റ് ചെയ്യുക എന്നൊരു ദൗത്യം മാത്രമേ ഉള്ളൂ. അത് മോള് നന്നായിട്ട് ചെയ്തു. ഡയറക്ഷനൊക്കെ നിർത്തിയിട്ട് മിണ്ടാതെ ഒരു ദിവസം മുഴുവൻ മിണ്ടാതിരിക്കുക, ചൂടുവെള്ളമൊക്കെ കുടിച്ച് ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ മിണ്ടാതിരിക്കുക. അപ്പോൾ അടുത്ത തവണ വരുമ്പം നല്ല കിടിലിനായിട്ടൊരു പാട്ട് പാടിയിരിക്കും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. മക്കളെ ഡയറക്ടറെ എന്തോ എന്തൊരു ഉഗ്രം പാട്ട്, അത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. അണ്ണാച്ചി അസാധ്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു ഓർക്കസ്ട്രേഷൻ, അസാധ്യ ഓർക്കസ്ട്രേഷൻ പറയാതിരിക്കാൻ വയ്യ. പിന്നെ എടുത്തു പറയേണ്ട ഒരു ഇൻസ്ട്രുമെൻറ്റ് ഫ്ലൂട്ട്. അതെ, നവീൻ ആണ് വായിച്ചത്. അസാധ്യ പിള്ളേരാണ്. ശരത്തങ്ങളുടെ ഒരു 80% പാട്ട് നവീനാണ് വായിച്ചിട്ടുള്ളത്. റഹ്മാൻ്റെ മിക്കവാറും ഉള്ള പാട്ടെല്ലാം കേട്ടോ അസാധ്യ പ്ലേയിങ് ആണ്. ടോപ്പ് ബാൻഡ് ബ്യൂട്ടിഫുൾ. റിസൺ പ്രത്യേക പ്രശംസ അർഹിക്കുന്നു. റിസൺ, ഫൈസുവിനെ എല്ലാം ഒരു നിവൃത്തിയില്ല. അത് പറഞ്ഞു ബോറടിച്ച് ഇനി ഞാൻ പറയത്തില്ല, നിർത്തി. അസാധ്യ ഒരു സ്ട്രിങ്സ് മൊത്തത്തിലേ കേട്ടോ, ഒരു അസാധ്യ പാട്ട്. മോളെ എനിക്ക് തോന്നുന്നത് ഓരോ ബൃഹായിക്കും ഒരു ഫീലുണ്ട്, ഒരു ആത്മാവുണ്ട്. ഞാൻ എപ്പോഴും പലപ്പോഴും പറയേണ്ട ഓരോ സംഗതിയും അതൊരു സംഗതിയല്ല. ആ പാട്ടിനെ കൂടുതൽ അതിൻ്റെ മൂഡിനെ എൻഹാൻസ് ചെയ്യുന്ന വിധത്തിലുള്ള ഒരു ഐറ്റം ആയിരിക്കണം അത്. അല്ലെങ്കിൽ അത് മാത്രം വേറെ നിൽക്കും. ഏതോ ഹംസഗീതം അങ്ങനെ എന്തിനത് നമുക്ക് ഈ പാട്ട് കേൾക്കുമ്പോൾ മോൾക്ക് ഫീൽ ചെയ്യുന്നത് എന്താണ്? വിഷമല്ലേ? അപ്പം അത് വേണ്ടേ? അപ്പം അത് വേണം മോളെ. അതുപോലെ അത് കണക്ട് ചെയ്യണം മോളെ. അത് ശ്വാസം ഇല്ലാത്തതുകൊണ്ടായിരിക്കും അല്ലേ? പോട്ടെ, കുഴപ്പമില്ല. കൂരിരുൾ ചിമിടിൽ ഞാനും മൗനവും മാത്രം എന്ന് പറയുന്ന ആ മാത്രത്തിന് ഒരു അർത്ഥമുണ്ട്. നീ നാനും മൗനവും മാത്രം എങ്കിലല്ലേ ഫീൽ ചെയ്യത്തുള്ളൂ. ഈച്ച് ആൻഡ് എവരി സംഗതിക്കും ഒരു സോളുണ്ട് മോളെ. അത് മനസ്സിലാക്കി പാടണം കേട്ടോ. ഇതൊക്കെ ഇന്ന് കുഞ്ഞിൻ്റെ ശബ്ദവും അത്ര ശരിയല്ല. നല്ല പാട്ടുകാരിയാ, ഉഗ്രം പാട്ടുകാരിയാ, ഉഗ്രം ഡയറക്ടറാ. ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു സർ. അപ്പോൾ ഡയറക്ഷനിലാണോ താല്പര്യം, പാട്ട് പാടാനാണോ താല്പര്യം? പാട്ട് പാടാൻ. അപ്പോൾ ഡയറക്ഷൻ സൈഡിൽ കൂടെ പാട്ടിൻ്റെ പ്രധാന കാര്യങ്ങളൊക്കെ, പ്രശ്നങ്ങളും നല്ല കാര്യങ്ങളും ഒക്കെ അവർ പറഞ്ഞു കഴിഞ്ഞു ഭൂരിഭാഗവും. എനിക്ക് മെയിനായിട്ട് തോന്നിയത് ശ്വാസം, ബ്രെത്ത് പ്രോബ്ലമാണ്. അത് കൺട്രോൾ, അത് ഇന്നത്തെ ശബ്ദടഞ്ഞതിൻ്റെ ആയിരിക്കാം എന്ന് വിചാരിക്കുന്നു. ഒരു സ്റ്റേറ്റ്മെൻറ്റ് പാടുന്ന പോലെയാണ് മോള് പാട്ട് പാടിയത്. ഇത് വരികളെല്ലാം വളരെ വികാരനിർഭരമായിട്ടുള്ള വരികളാണ് അതിൽ എഴുതി വെച്ചിട്ടുള്ളത് അല്ലേ, ആഴമുള്ള വരികൾ. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്രഷൻ ആ പാട്ടിൽ വേണം, ഭാവം അതിൽ വേണം കേട്ടോ. മോളിങ്ങനെ എല്ലാം ഇങ്ങനെ പ്ലെയിനായിട്ട് പാടിക്കൊണ്ട് പോവുക. ഓക്കെ, അതൊക്കെ ഒന്ന് ശരിക്കും ഒബ്സർവ് ചെയ്യണം. പാട്ട് ശരിക്കും കേട്ട് അതിലെങ്ങനെയാണ് പാടിയിട്ടുള്ളത്, എവിടേക്കാണ് ഡൈനാമിക്സ് കൊടുത്തിട്ടുള്ളത്, എവിടേക്കാണ് ശബ്ദം സോഫ്റ്റ് ആക്കിയിട്ടുള്ളത്, എല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. എവിടേക്കാണ് ശ്വാസം എടുത്തിട്ടുള്ളത്, അതൊക്കെ നോട്ട് ചെയ്യണം നമ്മൾ പാട്ട് പഠിക്കുമ്പോൾ. ഓക്കെ ഓക്കെ, എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൽ നന്നായിട്ട് പാടാൻ പറ്റും നിവേദി കുട്ടിക്ക്. ഓക്കെ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നല്ല പടം എടുക്കുമ്പം മധുവങ്ങളും കൂടെ ഒരു പാട്ട് കൊടുക്കണം. അതെ, അയ്യോ അത് വേണം കേട്ടോ. എനിക്കും നിവേദ്യക്കുട്ടാ, എന്തോ ആൻറ്റിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ട് സെലക്ട് ചെയ്തതിന് താങ്ക് യു. ടോപ്പ് ബാൻഡ് അസാധ്യമായിരുന്നു, നല്ല സുഖം ഉണ്ടായിരുന്നു കേൾക്കാൻ. എല്ലാവരും സൂപ്പറായിട്ട് പെർഫോം ചെയ്തു. ഔസേപ്പച്ചൻ സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ കേട്ടതാണ്, ഇതിൻ്റെ റെക്കോർഡിങ്ങിൻ്റെ സമയത്ത് ഈ റിതം പാറ്റേൺ, അതായത് തബല എങ്ങനെ അറേഞ്ച് ചെയ്യണം എന്നുള്ളൊരു ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അല്ല ശ്രുതി ഇങ്ങനെ ചെക്ക് ചെയ്യായിരുന്നു, ടം ടം ടം, അപ്പോൾ അത് സ്ട്രൈക്ക് ചെയ്തു സാർക്ക്. അപ്പോൾ ആ ഒരു പാറ്റേണിലാണ് അത് ചെയ്തിരിക്കണം, ആ റിതം പാറ്റേൺ. അപ്പോൾ സാർ ഇങ്ങനെ, എനിക്കും അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. കാരണം റെക്കോർഡിങ്ങിൻ്റെ സമയത്ത് നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ ബൂത്തിലിരുന്ന് ഇങ്ങനെ പാടുന്നതൊക്കെ സാർ ഇങ്ങനെ കേൾക്കും. നീ നേരത്തെ പാടിയില്ലേ, അതേപോലൊരു ആലാപ് BGMൽ പാടുമോ? അപ്പോൾ സാർ ഇങ്ങനെ ഒരുപാട് ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒബ്സർവേഷനിൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ സാറിൻ്റെ പാട്ടിൽ
ഉൾപ്പെടുത്തുന്ന ഒരാളാണ് ഔസേപ്പച്ചൻ സാർ. അതിനെ പാടിക്കുമ്പോൾ കൊന്നുകളയും ചെയ്യും പാട്ടുകാരൻ. അതുള്ളതും കൂടെ പറയാറില്ല. ഫീലെന്നും പറഞ്ഞ അണ്ണാച്ചി തലേ കയറി എങ്കിൽ ഇരുന്ന് അങ്ങ് കൊന്ന് ഞെക്കി ചത്തോടാ നീ. അദ്ദേഹത്തിന് കുറച്ച് പാട്ടുകൾ പാടാൻ ഭാഗ്യം കിട്ടിയല്ലോ, ഈശ്വരനോട് നന്ദി പറയാണ്. അപ്പോൾ മോളുടെ പാട്ടിലേക്ക് വരികയാണെങ്കിൽ കുറച്ചുകൂടെ ഫീല് വരണമായിരുന്നു. ഈ ബ്രെത്തിൻ്റെ പ്രശ്നം കൊണ്ട് പല സ്ഥലത്തും മുറിഞ്ഞു പോയത് കൊണ്ട് ഫീല് കുറേ പോയി. പിന്നെ കുറച്ച് സംഗതിയിൽ കുറച്ച് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുത്തു. അപ്പോൾ അതിനെക്കാട്ടും സംഗതി വേണം, അതിൻ്റെ ഒപ്പം അതിൽ ഫീലും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ദാസ് സാറും ചിത്ര ചേച്ചി 2 വേർഷനിലും ഫീലും കൂടെ ഉണ്ട് അതിന്. അപ്പോൾ ആ ഒരു എലമെൻറ്റും കൂടെ നമ്മുടെ ആ പാട്ടിൻ്റെ സോൾ അറിഞ്ഞ് പാടുക എന്ന് പറയില്ലേ, അപ്പോൾ അതും കൂടെ ഒന്ന് മോൾക്ക് ഉറപ്പായിട്ടും പറ്റും. അത്ര അസാധ്യ സിംഗറാണ്, തൊണ്ടയിൽ വരാത്ത സംഗതികളില്ല. അപ്പോൾ ഈ ഫീലും കൂടെ ഒന്ന് വർക്ക് ചെയ്ത് ഡൈനാമിക്സ് ഒക്കെ കൊണ്ടുവന്ന് പാടുകയാണെങ്കിൽ അസാധ്യമായിട്ട് പാടാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇങ്ങനെ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പല സ്ഥലത്ത് ഫിനിഷിങ്ങിൻ്റെ പ്രശ്നം അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, കൂടുതൽ ഞാൻ പറയുന്നില്ല. അപ്പോൾ എന്തായാലും വർക്ക് ചെയ്യുക ഇനിയും. ഓൾ ദ ബെസ്റ്റാ. താങ്ക് യു ചേച്ചി. ബേസിക് ആയിട്ട് നമ്മുടെ വോയിസ്, ബ്രത്ത്, ഇത് രണ്ടും ശബ്ദം, അടപ്പ് എല്ലാം, ബ്രത്ത് കൺട്രോൾ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം നമുക്ക് കൈവരിക്കാൻ സാധിക്കും. എന്തായാലും മോക്കിന്നത് നഷ്ടപ്പെട്ടു, സാരമില്ല, അടുത്ത പാട്ടിന് നമുക്ക് കൊണ്ടുവരാം. ഇന്ന് മാർക്ക് കുറവാണ്, നമുക്ക് പാടിയതനുസരിച്ചല്ലേ തരാൻ പറ്റത്തുള്ളൂ. സോ വി ആർ ഗിവിംഗ് യു 96 ഔട്ട് ഓഫ് 100. താങ്ക് യു സർ. ആദ്യ ഔസേപ്പച്ചൻ പൂക്കുട്ടി. താങ്ക് യു സർ. ശ്രുതി മധുര വേദിയിലേക്ക് എത്തുന്നു ശ്രീദർശ് കുട്ടൻ. വെൽക്കം ശ്രീദർശ് ഓൺ സ്റ്റേജ്. സ്വന്തമായിട്ട് ലുക്കാണെന്നുള്ള മട്ടിൽ നടന്നു വരുന്നോക്കെ. ഈ ശരത്തങ്ങള് എം ജി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അമർ അക്ബർ ആന്റണി ആശുപത്രിയില് മറ്റേ അച്ഛനാണ് കൊടുത്തു വരുന്നേ, അറിയിച്ചോളാൻ പറഞ്ഞു. അതേമാതിരി ഉണ്ട്. എല്ലാരും പറഞ്ഞു അതാ കറക്റ്റതാ. നീ ഏതാ പാടുന്നത്? മത്താപ്പൂത്തിരി പെൺകുട്ടി. അവനെ പാടി കേൾപ്പിക്കുന്നത് ചോദിച്ചാല് നല്ല സ്വഭാവം മക്കൾ. വെരി ഗുഡ്. താങ്ക് യു സർ. ഇതിന് രസകരമായിട്ടൊരു സംഭവമുണ്ട്. അണ്ണാച്ചിക്ക് അറിയാവുന്ന തോന്നുന്നു. ഏതാ അത്? ഈ പാട്ട് ദേവദൂത്, ഇതിന്റെ പ്രൊഡ്യൂസർ സിയാദ് കോക്കർ, അതുപോലെ ഡയറക്ടർ, ഇവർക്കൊക്കെ ഞാൻ പാടണം എന്നാണ് ഈ പാട്ട് ആഗ്രഹം. വിദ്യാജിക്ക് അത് മറ്റൊരു ഗായകനെ കൊണ്ട് പാടിക്കണം എന്നൊരു താല്പര്യം. അപ്പം അവർ പറഞ്ഞ് അതല്ല, ഇത് മത്താപ്പൂത്തിരി എന്നുള്ള മോഹൻലാൽ ഉള്ളതുകൊണ്ട് അത് എം ജിയെ കൊണ്ട് പാടിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ വിദ്യ പറഞ്ഞു അത് വേണ്ട, അത് ഞാൻ പറഞ്ഞ ആൾ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവർ തമ്മിൽ ഭയങ്കര തർക്കമായി. എന്നെ വിളിക്കുന്നു, പ്രൊഡക്ഷൻ കൺട്രോളർ മുരുകൻ വിളിക്കുന്നു. ഞാനവിടെ വർഷവല്ലകിയിൽ മദ്രാസിൽ ചെന്നപ്പോൾ ഒരൊറ്റ കുഞ്ഞില്ല, ആ എഞ്ചിനീയർ മാത്രമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചത് പ്രശ്നം എന്താണെന്ന് മനസ്സിലായി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പിന്നാണ് ഞാൻ ഇത് വേറൊരാൾക്ക് വെച്ചിരുന്ന പാട്ടാണെന്നൊക്കെ അറിയുന്നത്. അപ്പോൾ അവിടെ പെട്ടെന്നൊരു ഫോൺ കോൾ വന്നു. മുരുകൻ വിളിച്ച് പറഞ്ഞു, സാർ വിദ്യ അണ്ണ ஊரில் இல்லை, அவர் வெளியில் போச்சு, அதனால் நீங்கள் பாடுங்க, ട്രാക്ക് പാടി വെച്ചിരിക്കുന്നു. ട്രാക്കുണ്ട്, അത് കേട്ട് പാടിക്കൊള്ളാൻ പറഞ്ഞു. ഞാൻ പാടിയിട്ട് വന്നു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ അറിഞ്ഞ ഫീമെയിലും കൂടെ മിക്സ് ചെയ്തു, അതിൻ്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്തെന്ന് പറഞ്ഞു. പക്ഷേ ഈ പാട്ട് അദ്ദേഹം ഒരു ഫൈനൽ മിക്സ് നടത്തിയിട്ട് ഷൂട്ടിംഗ് സമയത്ത് കൊടുത്തില്ല. അത് കാരണം ഇത് ഷൂട്ട് ചെയ്യാനും പറ്റിയില്ല, പടത്തിലും ഇല്ല. യെസ്. അപ്പൊ വിഷ്വൽ ഇല്ലേ? വിഷ്വൽ, നോ വിഷ്വൽ. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് ചെറിയ ചെറിയ, ഇപ്പം ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്, പക്ഷേ ചെറിയ ചെറിയ സംഭവ വികാസങ്ങൾ ഇതിൻ്റെ ഇടയിലൊക്കെ ഉണ്ട് ഈ സിനിമയിൽ. തുടങ്ങിയാലോ? ഓൾ ദി ബെസ്റ്റ് മക്കളെ. താങ്ക് യു സർ.
നന്നായിരുന്നു കേട്ടോ, താങ്ക് യു. രസമുണ്ട്. പല്ലവി ഓക്കെ, അനുപല്ലവി എങ്കയോ പോച്ച്. ചരണം നന്നായിരുന്നു. താങ്ക് യു സാർ. ചരണം നല്ല രസമായിട്ട് പാടി. പക്ഷേ ഇതിനകത്തുള്ള ഒറ്റ ബേസിക് മിസ്റ്റേക്ക്, വിദ്യാസാഗറിൻ്റെ ഒട്ടുമുക്കാൽ പാട്ടുകളും അദ്ദേഹം കൃത്യമായിട്ട് പഞ്ച് ചെയ്തിട്ടാണ് എടുക്കുന്നത്. എസ്പെഷ്യലി ഡ്യുവറ്റ് സോങ്സ്. മോനി ഡ്യുവറ്റ് എടുക്കുമ്പോഴത്തേക്ക് ഈ സംഗതി പാടിയിട്ട് ഉടനെ മത്താപ്പൂത്തിരി നിൽക്കണം എന്നുണ്ടെങ്കിൽ ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പറ്റത്തില്ല. അപ്പോൾ അതേ കടിച്ചു തൂങ്ങിക്കഴിഞ്ഞാൽ വല്ലതും നടക്കുമോ? അട്ടേലോ? അട്ടേനെയോ? അട്ടയോ? എന്താ അട്ട? അതെ, കടിച്ചു തൂങ്ങിയാൽ എന്ന് പറഞ്ഞാൽ അട്ടയാണ്. കടിച്ചു തൂങ്ങിയാൽ നടക്കുമോ എന്ന് ഞാൻ ചോദിച്ചേ. അട്ടയും മറ്റേ എലിയൊന്നുമല്ല ഞാൻ പറഞ്ഞത്. അതായത് ലാസ്റ്റ് നീ പാടി നിർത്തുന്നില്ലേ ലാസ്റ്റിൽ? അന്ന് പാടിക്കേത്? കണ്ടുമുട്ടാൻ കൊതിക്കുന്നു രാപ്പന്തലിൽ. പട്ടുമെത്ത് നിർത്തിയിട്ട് തൊട്ട് 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 നാം ഇരിക്കും, കണ്ടുമുട്ടാൻ കൊതിക്കുന്ന രാപ്പന്തലിൽ, സ്വന്തമാക്കാൻ കൊതിക്കുന്ന പൊന്മുത്തു നീ മത്താപ്പൂത്തിരി പെൺകുട്ടി. ഇപ്പൊ അത് വന്നു. നേരത്തെ മത്ത, പിന്നെ പോയി മത്തനും തേങ്ങ എല്ലാം കൂടെ അങ്ങ് പോയി. ആരാ സെലക്ട് ചെയ്ത പാട്ട്? ഞാൻ തന്നെ. അല്ല, വീട്ടുകാരോ? അല്ല, ഞാനും വീട്ടുകാരെന്ന് വെച്ചാ അല്ല, ഞാൻ പെണ്ണ് കാണല്ല, വീട്ടുകാരെല്ലാം കൂടെ സെലക്ട് ചെയ്യാൻ. വീട്ടുകാരെന്ന് വെച്ചാൽ ആരൊക്കെ? ഞാനും അമ്മയും പിന്നെ ടീച്ചറൊക്കെ. ടീച്ചർ വീട്ടുകാരാണോ? ടീച്ചർ പറഞ്ഞു തരണ്ടേ ഇത്? അത് പറഞ്ഞിരുന്നു. അപ്പൊ അഹങ്കാരമാണ് നിന്റെ. അല്ല, ശ്വാസം എടുക്കാൻ പറഞ്ഞു. അപ്പോഴേക്ക് പെട്ടെന്ന് എടുക്കാനുള്ള ഇത് കിട്ടിയില്ല. കിട്ടത്തില്ല. നമ്മൾ ആദ്യം റൂമിലിരുന്നൊക്കെ പാടുമ്പം തോന്നും കിട്ടുമെന്ന്, പക്ഷെ ഇത് കിട്ടത്തില്ല. പാടി, അതായത് ചരണം നന്നായിട്ട് പാടിയിട്ടുണ്ട്, പല്ലവി ഒരുവിധം ഒക്കെ ഓക്കെ. കഴിവതും മോന് സോളോ സോങ്സ് എടുക്കുക. അതിപ്പോൾ ഫീമെയിൽ പാടുന്ന പാട്ടുകളാണെങ്കിലും മോൻ എടുത്തുകൊണ്ട് വന്ന് പാടിയാലും കുഴപ്പമൊന്നുമില്ല. അതും നമുക്ക് ഈസി ആയിട്ട് പാടാൻ സാധിക്കും. ഈ ഡ്യുവറ്റ്, എസ്പെഷ്യലി ഇങ്ങനത്തെ ഈ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ഡ്യുവറ്റ് ഉണ്ടല്ലോ, അതെടുത്താൽ മോൻ കിടന്ന് ചക്രശ്വാസം വിളിക്കും. മൂക്കിട്ട് ഇക്ഷ ഇണ്ണ എന്ന് വരയ്ക്കേണ്ടി വരും. അതാ ഇപ്പൊ സംഭവിച്ചത്. സാരമില്ല, അടുത്തതിൽ നമ്മൾ പിടിക്കും അല്ലേ? ഓൾ ദ ബെസ്റ്റ്. നേരത്തെ ഞങ്ങള് ആ ടീച്ചർ ഇത് പറയണായിരുന്നു. അമ്മ ചോദിക്കാം, ഏത് ടീച്ചർ? മോനെ. എന്താ സാർ? ചക്കരെ, നല്ല പാട്ടാണ് കേട്ടോ. ഇപ്പൊ ഞാൻ വേറൊരു കാര്യം പറഞ്ഞിട്ട്, ചില ഏരിയ ചില വരികൾ മോൻ പാടുന്നത് സൂപ്പർ പാടാ, അസാധ്യമായിട്ടുണ്ട്. അതാ നിന്റെ ജ്ഞാനം കാണുന്നുണ്ട്. പക്ഷെ അത് എല്ലാ സ്ഥലത്തും കാണണം. ഒരു സ്ഥലത്ത് മാത്രം ജ്ഞാനം കാണിച്ചിട്ട് മറ്റേ സ്ഥലത്തെല്ലാം അജ്ഞാനം കാണിക്കരുത് കേട്ടോ. കട്ടക്കങ്ങ് നിക്കണം. അട്ടയുടെ കാര്യം അതണ്ടാ മനസ്സിലിരിക്കുന്നത്. മക്കളെ ധൈര്യമായിട്ട് എപ്പോഴും നമ്മളങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പിടിയാണ് കേട്ടോ. പിന്നെ തകർക്കാം. ഇങ്ങനെയുള്ള തെന്നിപ്പോകുന്ന ഒരു പരിപാടി ഇല്ലാണ്ട് അടുത്തോട്ടം പാടണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് മോനെ. താങ്ക് യു സാർ. ശ്രീധർഷ് കുട്ടാ, എന്താ മാം ഇന്ന് നല്ല ഷെർവാണിയും ഒക്കെ ഇട്ട് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചുകൂടെ ഒന്ന് തകർക്കുന്നൊക്കെ വിചാരിച്ചു. പക്ഷെ രസമുണ്ടായിരുന്നു. ഓവറോൾ നല്ല കാണാനൊക്കെ, നല്ല കേൾക്കാനും കാണാനും ഒക്കെ നല്ല എൻജോയ് ചെയ്ത് കേൾക്കാൻ പറ്റിയൊരു പാട്ടൊക്കെ തന്നെയായിരുന്നു. പക്ഷെ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്ന സമയത്ത് ഈ പറഞ്ഞ മാതിരി കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. എനിക്ക് ചരണമാണ് ഏറ്റവും. താങ്ക് യു. എവിടെയോ ആണല്ലേ ആള്, ഇവിടെ ഒന്നും ഇല്ല. ഇങ്ങോട്ട് വാ, ഫ്ലോറിലേക്ക് വാ. അല്ല, ഫ്ലോറിൽ നിൽക്കാന്, ശരീരവും മനസ്സും ഒക്കെ അവിടെ നിൽക്കാൻ. ശരീരം അവിടെ തന്നെ ഉണ്ട്, മനസ്സാണ് എവിടെയോ ആണ്. ഇപ്പൊ എന്തിനെ പറ്റിയാ നീ ചിന്തിക്കുന്നേ? വേറെന്തോ ചിന്തിച്ചേ. നമുക്ക് അറിയണ്ട എന്താണ് മോൻ ചിന്തിച്ചത്? പറഞ്ഞത് ആര് പറഞ്ഞത്? മൃദുല മാം. മൃദുല മാം പറഞ്ഞത് നീ ശ്രദ്ധിച്ചോ? താങ്ക് യു പറഞ്ഞത്. അല്ല, മൃദുല മാം പറഞ്ഞത് ഭയങ്കര ബോറായി പോയി എന്ന് പറഞ്ഞപ്പോ നീ എന്തിനാ താങ്ക് യു എന്ന് പറഞ്ഞേ? അല്ല, അറിയാണ്ട് വായിന്ന് വീണു. പോട്ടെ. അപ്പൊ എനിക്ക് ചരണമാണ് ഇഷ്ടപ്പെട്ടത്. ചരണം ചിലപ്പോൾ തണുവോ എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് നല്ല എക്സ്പ്രസീവായിട്ട് പാടി. അപ്പൊ അങ്ങനെ പാടാൻ കഴിവുള്ള കുട്ടി ബാക്കി പോർഷൻസ് ഒക്കെ മോശമാക്കിയപ്പോൾ ഞങ്ങൾക്കൊക്കെ വലിയ വിഷമമായി. കാരണം പാടാൻ കഴിവുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളാണ് ഈ ഒരു റോങ് ചോയ്സ് കാരണം ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. ഓക്കേടാ, നീ ചക്കരയാടാ, നല്ല കഴിവുള്ള കുട്ടിയാണ് കേട്ടോ, അതുകൊണ്ട് പറയാണ്. താങ്ക് യു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പൊ മക്കളെ, എന്താ സാർ? എന്തൊരു ചെയ്യായി?
കാരണം ഇങ്ങനെ പാടിയപ്പോഴത്തേക്ക് നമുക്ക് അതനുസരിച്ചുള്ള മാർക്കല്ലേ തരാൻ പറ്റൂ അല്ലേ? സോ അടുത്ത പാട്ടിന് കൊളുത്തണം, ഇല്ലാന്നുണ്ടായി പണിയാണ്. മനസ്സിലായല്ലോ? കൊളുത്തുമല്ലോ, അടിച്ചു പൊളിക്കുമല്ലോ. അപ്പോൾ വി ആർ ഗിവിംഗ് യു 97 ഔട്ട് ഓഫ് 100. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ ഒരു രാഗമാലയായി ഇതു നിന്റെ ജീവനിൽ അണിയൂ അണിയൂ അഭിലാഷ പൂർണിമേ അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ തന്ത്രികൾ മീട്ടിയ സ്പന്ദ
ചെപ്പിൻ തളിർമോഹം പരം കേൾക്കേ നിൻ മിഴിക്കുമ്പിൾ കുളിർനാണം തലോടുന്നു അലിവാർന്ന നോവ് പാട്ടിൻ തെളിവാർന്ന വാക്കിനുണ്ടോ ഒരു കാവ്യരാഗശില്പം എൻ പ്രാണസങ്കടം സാഹേബാ 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 സാഹേബാ. ആലാപന വേദിയിലേക്ക് കുട്ടിക്കുറുമ്പ് കൂട്ടിൽ നിന്നും നമ്മുടെ പാർവണ കുട്ടി എത്തുന്നു. വെൽക്കം പാർവണ ഓൺ സ്റ്റേജ്. പാർവണക്കുട്ടി, എന്തോ ഓ ഒരുപാട് കഷ്ടപ്പെട്ടിരിക്കുന്നല്ലോ. എന്തിന് കഷ്ടപ്പെട്ടത്? അതാണ് ഞാനും ആലോചിക്കുന്നത്, എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ടത്? തലയിലൊക്കെ എന്താ ഇരിക്കണേ? എന്തൊക്കെയാ ഫിറ്റ് ചെയ്തിരിക്കുന്നത്? മഞ്ഞയാണ്. ഹെയർ അല്ല, ബാൻഡ്. മഞ്ഞ ഷൂസ് കിട്ടിയില്ലേ? അത് ശരിയാണല്ലോ. അത് മാത്രം മഞ്ഞല്ല, ചെറുങ്ങനുണ്ട്, ഒരു മൾട്ടി ചെറുങ്ങനെ മഞ്ഞയുണ്ടോ അതില്? ചെറുങ്ങനെയുണ്ടോ? ഒരു ഗോൾഡൻ ലൈറ്റ് ഒക്കെ കത്തുണ്ടല്ലോ. ഉണ്ടല്ലോ. മൾട്ടി കളർ അത്. എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ടെ? എന്തിനറിയില്ല. അറിയില്ല. ആരാ കഷ്ടപ്പെട്ടത്? പാടാൻ അല്ലേ? ഈ മഞ്ഞ ഉടുപ്പ്. കുപ്പായം തയ്ച്ചത് എന്റെ അമ്മയാ. ആണോ? തുണിയെടുത്ത് കൊടുത്താരാ? ആയിട്ടുണ്ട്. തുണിയെടുത്ത് കൊടുത്താരാ? മീനുട്ടി പറഞ്ഞോളൂ. അമ്മ എടുത്തതാ. ആ തുണിയെടുത്ത് കൊടുത്താരാ? അല്ല, അമ്മയ്ക്ക് ആരാ കൊടുത്തേ? ഹിന്ദിക്കാരെന്ന് പറഞ്ഞു അമ്മ. ഹിന്ദിക്കാരൻ നന്നായിട്ട് അറിയാം സാറിന്, നന്നായിട്ട് അറിയാം ഹിന്ദി. എം ജി അങ്കിൾ മേഹേ മേഹേ ഡോൺ. എവിടുന്നാ മേടിച്ചെന്ന് പറ. മെഹു, മെഹു. മേഹു ഡോൺ. ഇല്ല ഇല്ല. ആട് കരഞ്ഞാണെന്ന് ആടോ ഇപ്പൊ മനസ്സിലായില്ലേ? എം ജി അങ്കിൾ തന്നെയാ ഹിന്ദിക്കാരൻ. ചെഞ്ചെങ്കില് പറയുമ്പോ എന്തേ മലയാളം പറയുന്നു? ഞാൻ പറഞ്ഞില്ലേ മേഹു ഡോൺ, മേഹു ഡോൺ. അരെ ദീവാന മുझे पहचाना. പാട്ടെല്ലാം പാടാൻ പാടില്ല. പിന്നെ അല്ല, ഇത് മലയാള ഷോ അല്ലേ, അതുകൊണ്ടാണ് സാറ് മലയാളത്തിൽ പറയുന്നത്. ഹിന്ദിയാണ് വീട്ടിൽ. എന്തായാലും ഈ കൊച്ചുങ്ങളുടെ അടുത്തൊന്നും പറഞ്ഞ ഒട്ടും വിശ്വസിക്കത്തേയില്ല. അത് ഇത്ര സത്യസന്ധനായിട്ടുള്ള ഭയങ്കര കഷ്ടം. പാർവണയ്ക്ക് ഹിന്ദി അറിയോ? എന്തായാലും ഉടുപ്പ് ഇഷ്ടപ്പെട്ടല്ലോ, അത് മതി. അത് മതി. അത് അമ്മയാ തയ്ച്ചെന്ന് പറഞ്ഞില്ലേ? ആര് തയ്ച്ചാലും ഞാൻ വാങ്ങിച്ചു കൊടുത്ത ഉടുപ്പ് ഇഷ്ടപ്പെട്ടല്ലോ. ഇല്ല, ഇഷ്ടപ്പെട്ടില്ല. പോരെ. എനിക്ക് വേണ്ട, അത് ഇട്ടോണ്ട് പാടും. ഇഷ്ടപ്പെട്ടില്ലേ വേണ്ട. ഏത് പാട്ടാ പാടുന്നത്? പട്ടണത്തിൽ എന്നും 10 നേരം ഈ സൂര്യൻ ഉദിക്കും. ഓ, അത് ഏത് സിനിമയാണ്? കളിയിൽ അല്പം കാര്യം. കറക്റ്റ്. അതാരാണ് അതിന്റെ മ്യൂസിക്? അത് ഞാൻ പഠിച്ചില്ല. അത് ഞാൻ പഠിച്ചില്ല. ആരാണ് എഴുതിയത്? അതും പഠിച്ചില്ല. അതും പഠിച്ചു. പാടിയത് ആരാ പാടിയത്? ചിത്രമ്മ. അപ്പൊ എന്തായാലും മോള് പഠിക്കാത്തോണ്ട് മോളെ പഠിപ്പിച്ചുതരാം. ആ. മ്യൂസിക് രവീന്ദ്രൻ മാഷ്. ആര്? രവീന്ദ്രൻ മാഷ്. മാഷ്. ഓക്കെ. ഈ പാട്ട് എഴുതിയത് സത്യൻ അന്തിക്കാട്. ഗ്രേറ്റ് ഡയറക്ടർ. സത്യൻ അന്തിക്കാട്. വരും. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ആ, ഒരു മഞ്ഞ മയം. All the best. താങ്ക് യു. പട്ടണത്തിലെന്നും 10 നേരം ഈ സൂര്യൻ ഉദിക്കും. പട്ടണത്തിലെന്നും 10 നേരം ഈ സൂര്യൻ ഉദിക്കും. ജിഞ്ചക്ക ചക്ക ജിഞ്ചക്ക ചക്ക ജിഞ്ചക്ക ചക്ക 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 ജിഞ്ചക്ക ചക്ക. പട്ടണത്തിലെന്നും 10 നേരം ഈ സൂര്യൻ ഉദിക്കും. പട്ടുപോലെ മിന്നും പുത്തൻ വീടും
വീട്ടിൽ മുത്തണി മുറ്റം മുറ്റത്തുള്ള പന്തലിലെന്നും സ്വർണം കൊണ്ട് തോരണം കെട്ടും പട്ടണത്തിലെന്നും 10 നേരം ഈ സൂര്യൻ ഉദിക്കും പട്ടണത്തിലെന്നും 10 നേരം ഈ സൂര്യൻ ഉദിക്കും മുത്തണി മുറ്റം മുറ്റത്തുള്ള പന്തലിലെന്നും സ്വർണം കൊണ്ട് തോരണം കെട്ടും ഗ്രൂപ്പ് സിംഗേഴ്സ് നൈസ് വെരി ഗുഡ്. പാർവണക്കുട്ടി എന്തോ ആഹാ എന്തായിരുന്നു പാട്ട് തുള്ളിച്ചാടി പാടി. ഇതാര് പറഞ്ഞു തന്നത്? ഞാൻ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക്. എൻ്റെ അമ്മേ ഇങ്ങനൊരു കഴിവ്, എൻ്റെ ദൈവമേ എന്തൊരു കഴിവായത്. ഒറ്റയ്ക്ക് ഇങ്ങനെ ആ കറക്റ്റായിട്ട് ചരണത്തിന്റെ അനുബന്ധയുടെയൊക്കെ എൻഡിൽ ചാടി നിർത്തി. ഇതൊക്കെ എങ്ങനാ? എങ്ങനെയോ എനിക്ക് വയ്യ മീനൂട്ടി. എന്തോ നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അതിനപ്പുറത്താണ്. ഭാവിയിൽ ഒരു ഡാൻസ് മാസ്റ്റർ ആവും കേട്ടോ. ആവോ? ഞാൻ പാട്ടും പാടുന്നുണ്ട്. പാട്ടും പാടുന്നുണ്ട് അതിന്റെ കൂടെ. പാട്ടൊരു സൈഡിൽ കൂടെ കോറിയോഗ്രാഫർ ആവും. അതെന്താ? ഡാൻസ് ഒക്കെ പഠിപ്പിക്കുന്ന ആളില്ലേ പറഞ്ഞു കൊടുക്കുന്നേ? അത് ഒരു കാര്യം ആലോചിച്ച് നോക്ക്. എത്ര വയസ്സുണ്ട് മോളെ? 7 തുടങ്ങി. ഈ 7 വയസ്സിൽ ഇത്രയും സാധനങ്ങളൊക്കെ പഠിച്ചു വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരികള്, പാട്ട്, പിന്നെ അതിനിടയിൽ കൂടെ കറക്റ്റായിട്ട് ചാട്ടവും സ്റ്റെപ്പും ഇതെല്ലാം എന്തോ വിചാരിച്ചേ? എന്താ വിചാരിച്ച പാർവണക്കുട്ടിയെ പറ്റി പറയൂ. എന്താ വിചാരിച്ച പാർവണക്കുട്ടിയെ പറ്റി? ഒന്നും വിചാരിച്ചില്ല. പാർവണക്കുട്ടി എന്ത് വിചാരിച്ചു? എന്ത് വിചാരിച്ചു? ഞാനൊന്നും വിചാരിച്ചിട്ടില്ല. ഇല്ലല്ലോ, ഞാൻ ഒന്നും വിചാരിച്ചിട്ടില്ല. നന്നായിട്ട് പാടി കേട്ടോ, അസലായിട്ട് പാടി കേട്ടോ. നമ്മുടെ ഗ്രൂപ്പൊക്കെ നിന്ന് അവര് സപ്പോർട്ട് ചെയ്തു. പക്ഷെ അവര് ഇടയ്ക്ക് മോളെ നോക്കി എന്തോ കൊഞ്ഞനം കുത്തുന്ന പോലെ തോന്നി. ഞാൻ കണ്ടത് പറയണമല്ലോ. ഇത് ഞാനൊന്നും മറച്ചു വെക്കത്തില്ല, ഞാൻ തുറന്നു പറയും. അതിനകത്തിരുന്ന 4 പേരിൽ ആരും ഞാൻ കാണിക്കുന്നത് എന്തോ ഏതോ ഒരു പാട്ട് എന്തോ ഇംഗ്ലീഷ് ചൊല്ലി നടന്നെന്നോ ഏതാണ്ട് പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞിട്ട് എന്തോ പറഞ്ഞു. എനിക്കറിഞ്ഞോ, ചോദിച്ചു നോക്കാം എന്താന്ന് ചോദിച്ചു. പട്ടണത്തിലുള്ളവരാ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതെനിക്കറിഞ്ഞോ, ചോദിച്ചു നോക്കാം ആരാന്ന്. ആരാ കൊഞ്ഞനം കുത്തിയെന്ന് ചോദിച്ചോ? ആരായിരിക്കും? അവരിൽ ആരായിരിക്കും?
മോള് കണ്ടോ? ഇല്ലല്ലോ, ഞാൻ ഇവിടുന്ന് ഇവരെ കണ്ടോണ്ടിരിക്കുന്നു. എന്തൊരു നിഷ്കളങ്കരായിട്ടുള്ള കുട്ടികളാ, വെറുതെ അവരെ പറ്റി അതെ, എന്തിനാ? പാവങ്ങള്. അതുപോലെ മൃദുല ആന്റി ഒരു ആക്ഷൻ കാണിച്ചു. ഷടാ, ഞാൻ ഇങ്ങനെ കാണിച്ചേ. എങ്ങനെ? അതായിരുന്നു ആക്ഷൻ. അത് സാരില്ല. ആ സാറില്ല വിളിച്ചു ഇതിലാക്കി ഒന്ന് കാണിച്ചാലും ഞാൻ ഒന്നും പറയും. ഓ അത്ര ഇഷ്ടാ. എനിക്ക് വയ്യ. അപ്പൊ ഞങ്ങളോ നിങ്ങളെയൊക്കെ പറയുന്നു. കളിയാക്കാതിരുന്നാ മതി, അപ്പൊ പാർവണക്കുട്ടിക്ക് ഇഷ്ടാവും അല്ലേ? എനിക്കിത് കളിയാക്കാത്ത ഒരാൾ പറയും എപ്പോഴും. പാർവണേന്ദുമുഖി പാർവതി ഇത് പറയല്ലോ ഗൗരീശ്വരന്റെ എന്താ ഇത് പറയല്ലോ ചെയ്യുന്നു പാടും. പറയണം. അതെ, പാർവണക്കുട്ടിക്ക് വേണ്ടി പാടിയതല്ലേ ഈ പാട്ട്? അറിയാമോ? ഒന്ന് പാടി കേക്കട്ടെ. പല്ലവി മാത്രം. മതി, അത് മതി. പാർവണേന്ദുമുഖി പാർവതി ഗൗരീശ്വരന്റെ ചിന്തയിൽ മുഴുകി വലഞ്ഞു. ആഹാ, കൊള്ളാലോ. സൂപ്പർ. പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, നന്നായിരുന്നു. താങ്ക് യു. ആ ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടില്ല. പാട്ടേ പഠിച്ചിട്ടുള്ളൂ, പാട്ട് പാടാൻ മാത്രമേ പോയി. പാട്ട് പഠിക്കണ്ടോ? ആരാ പഠിപ്പിക്കണേ? വേണു മാഷ്. വേണു മാഷ്. മൃദുല വേണുമാഷ്. അയ്യോ, വേണുമാഷ് പാട്ട് പഠിപ്പിച്ചത് ആരാ? ആരാ? MG അങ്കിളാ. അങ്കിളിന്റെ ശരി. വേണുമാഷ് കേൾക്കുന്നുണ്ടെങ്കിൽ അതെ. താങ്ക് യു. ഈ പാട്ട് പൈസ, ഈ പാട്ട് ഇടയ്ക്കിടയ്ക്ക് ഇടണേ. എടുത്ത് വെച്ചോളൂ. ചിരിക്കുന്ന ആഹാ. അല്ല, അമ്പലപ്പുഴ അലമേഴി ഉണ്ടല്ലോ, ഇവിടെ വന്ന് പറഞ്ഞ കേക്കണോ? എന്താ പറഞ്ഞേ? ഈ മൃദുലേക്ക് എന്തറിയാം? അതാ ചേച്ചി, ഞാൻ വിശ്വസിക്കില്ല. ജഡ്ജായിട്ടിരിക്കണല്ലേ? ഞാൻ വിശ്വസിക്കില്ല. അപ്പൊ എന്തായാലും ഇപ്പൊ ഡാൻസ് പഠിച്ചിരുന്നെങ്കി ഇപ്പൊ എന്തായാലേ? ഭയങ്കര ഡാൻസുകാരി ആയനല്ലോ. എനിക്ക് ഡാൻസ് ഭയങ്കര ഇഷ്ടാ. ഞാൻ പറഞ്ഞു അമ്മ ടോപ്പ് സിംഗർ കഴിഞ്ഞിട്ട് എന്നെ ഡാൻസിന് ചേർക്കോന്ന്. അപ്പൊ പാട്ട് പാടാൻ താല്പര്യമില്ലേ? ഉണ്ട്. അപ്പൊ പാട്ട് പാടി ഡാൻസ് ചെയ്യാൻ പോവാണ് ഇനി, ആണോ? ഓക്കെ, ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ ബെസ്റ്റ്. ആ ആഗ്രഹം നടക്കട്ടെ. പാർവണക്കുട്ടി, പാർവണ കുട്ടാന്ന് വിളിച്ചിട്ടേ എന്നോട് കുട്ടാ വിളിക്കേണ്ടാട്ടോ, കുട്ടി വിളിച്ചോ. അതിനുശേഷം ഞാൻ വിളിച്ചോ, ഓക്കെയോ, സമ്മതിച്ചോ? അതാണ് പാർവണക്കുട്ടി. എന്ത് രസമായിരുന്നു അല്ല. ഇപ്പോഴാണ് മനസ്സിലായത് ഒരു കൊറിയോഗ്രാഫറും കൂടിയാണെന്ന്, അല്ലേ മീനൂട്ടി? ഇതുവരെ ഇതൊന്ന് എവിടെയായിരുന്നു? ഇതൊക്കെ ഈ കഴിവുകളൊക്കെ എവിടെ വെച്ചിരിക്കുകയായിരുന്നു? മുതുകത്ത്. തലയിലാണ്. അപ്പൊ തലയിൽ നിന്ന് ഇങ്ങനെ എടുത്തോണ്ടിരിക്കുക അല്ലേ? ഇപ്പൊ നെക്സ്റ്റ് എപ്പിസോഡിൽ എന്തായിരിക്കും? ഇപ്പൊ കൊറിയോഗ്രാഫറായി. ഇനി അടുത്ത പാട്ടിന് വരുമ്പം എന്താണ് ഇനി പുതിയതായിട്ട് കൊണ്ടുവരാൻ പറ്റും? വേറെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? പടം വരയ്ക്കോ? ആണോ? എല്ലാ കഴിവുണ്ട്. ആഹാ, അടുത്ത പ്രാവശ്യം വരുമ്പോഴേ വരച്ച പടം ഒന്ന് കാണിച്ചു തരണം കേട്ടോ. ഞങ്ങൾ എല്ലാരും വരച്ചിട്ട് വരുമോ? ടാസ്ക് കൊടുക്കാം. പിന്നെന്താ വരയ്ക്കുക? അറിയുന്ന പോലെ വീട് അതൊക്കെയാണോ? വീട്, പിന്നെ 2 മലയുടെ അവിടെ ഒരു സൂര്യൻ, അതൊക്കെയല്ലേ? എളുപ്പം വരയ്ക്കാൻ പറ്റുന്ന പറ്റുമോ? എന്നതാ? ഒരു മതില്. മനസ്സിലായി. മതിലിനപ്പുറത്തോടെ പറ്റുമോ മോക്ക്? ഒരു ആന പോകുന്ന വരയ്ക്കാൻ പറ്റുമോ? ഒറ്റ 1 സെക്കൻഡ് വരയ്ക്കണം. 2 സെക്കൻഡ്. എനിക്ക് പറ്റും, ഞാൻ വരച്ചു തരട്ടെ. ഒരു മതിലിന്റെ അപ്പുറത്തോടെ ഒരു ആന പോകുന്നു. ഞാൻ വരച്ചിട്ടുണ്ട് കേട്ടോ. കാണിക്കുന്നു. കണ്ടു. അതില് ആന കൂനുള്ള ആനയാ. അതെന്താ? ആനയുടെ മുതുക് കഴിഞ്ഞ് പിന്നെ താഴോട്ടൊരു ഇറക്കം, പിന്നെ വരുന്നത് ഒരു ഇച്ചിരി തല, പിന്നെ ഉദ്ദേശിച്ചത്. എന്തോന്ന് മൃദുലേ, എന്നെ കൊണ്ട് ഇത്രയ്ക്കേ പറ്റുള്ളൂ. അപ്പൊ മോളെ എന്തോ എല്ലാം കൊണ്ടും നന്നായി, ശുഭം. ഓക്കെ, ആദ്യ ഒരു ലിറ്റിൽ ഏഞ്ചൽ ഗോൾഡൻ സ്റ്റാർ പുകരേ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
അതിമനോഹരമായ ടോപ്പ് സിംഗറിന്റെ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. അടുത്ത ദിവസം നമ്മൾ വീണ്ടും കാണും വരെ എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ ബൈ, സീ യു.